താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് 8ാമത്തെ ദിവസം. അതെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനൊപ്പമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട 21 ദിവസങ്ങളിൽ 8ാമത്തെ ദിവസം. എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? സന്തോഷമില്ലേ? 8 ദിവസമായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷമാണ്. ഒത്തിരി വലിയ സാക്ഷ്യങ്ങളാണ് ഈ കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും കേൾക്കുവാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം, ഉപവാസം പൈശാചിക മണ്ഡലത്തെ ഇളക്കും. അത് എനിക്കും അറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാം. എന്നാൽ അത് ഇളകുന്നത് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. ചില പൈശാചിക മണ്ഡലങ്ങൾ ഇളകുമ്പോൾ. കഴിഞ്ഞ 21 ദിവസത്തെ വാർഷിക ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ സഹോദരൻ്റെ വിഷയം ഇതാണ്: താൻ ഒരു പുതിയ ഭവനം വാങ്ങി. പുതിയ ഭവനം എന്ന് പറഞ്ഞാൽ താൻ പുതിയതായിട്ട് വാങ്ങി പഴയ ഭവനമാണ്. ആ ഭവനത്തിൽ ചെന്ന് കയറിയത് മുതൽ പ്രശ്നങ്ങളാണ്. തനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ജോലി കിട്ടിയില്ല. മക്കളുടെ വിദ്യാഭ്യാസം പ്രശ്നം. ആ സഹോദരൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇലക്ട്രിസിറ്റി പോലും തങ്ങൾക്ക് പ്രശ്നമാണ്. കറണ്ട് പോലും. ആ നാട്ടിൽ എല്ലാവർക്കും കറണ്ട് ഉള്ളപ്പോഴും ഈ ഭവനത്തിനകത്ത് പലപ്പോഴും കറണ്ട് കാണത്തില്ല. അങ്ങനെ എല്ലാ നിലകളിലും ബാധിക്കപ്പെട്ട സഹോദരൻ. ആ സഹോദരൻ്റെ ഭവനത്തിൽ ഒരിക്കൽ മറ്റൊരു സഹോദരൻ, ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു സഹോദരൻ കടന്നു വന്നു. അദ്ദേഹം ആ വീട്ടിനകത്ത് വന്ന ഉടനെ തന്നെ ഈ സഹോദരനോട് പറഞ്ഞു, എനിക്ക് അൺയൂഷ്വലായിട്ട് ഒരു പൈശാചിക മണ്ഡലം എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഇത് വലിയ അപകടമാണ്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ചില പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അപ്പോൾ ആ സഹോദരനാകപ്പാടെ പെട്ട് നിൽക്കുകയാണ്. എവിടെ ആയാലും പോവും. വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പലരും അങ്ങനെയാണ്. പ്രശ്നത്തിന് മധ്യത്തിലാവുമ്പോൾ നമുക്ക് തിയറിറ്റിക്കലായിട്ടൊന്നും ജീവിതം ജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ആ സഹോദരൻ പോയി കുറേ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ വ്യത്യാസമൊന്നുമില്ല. പ്രശ്നം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുക നമ്മുടെ പ്രഭാതമൻ എന്ന മെസ്സേജ് കേൾക്കുന്നതും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നതും. അപ്പോൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, അസാധാരണമായിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന്, ആ വീട്ടിലെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ സഹോദരൻ പെട്ടെന്ന് പറഞ്ഞു, ദേവദാസനെ, ഞങ്ങളുടെ ആ വീട്ടിൻ്റെ ഒരു വശത്തൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ നേരെയാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നത്. രാത്രി വാതിൽ തുറന്നിട്ട് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ഇരുട്ടിൻ്റെ ഒരു അനുഭവം, മറ്റ് ഭാഗങ്ങളിലില്ലാത്ത നിലയിൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവം ആ മരത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മറ്റെന്തെങ്കിലും ആ മരത്തിൻ്റെ അവിടെ? ആ സഹോദരൻ സാധാരണ പോലെ പറഞ്ഞു, ചില ദിവസങ്ങളിലൊക്കെ ചില നൂലുകളോ മറ്റ് ചെറിയ പച്ച തുണികളോ ഇങ്ങനെയൊക്കെ. പക്ഷെ അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് പുള്ളിക്കാരൻ കണ്ടില്ല. കാരണം ആ വീട്ടിലും പിള്ളേരുള്ളതാണ്. അവർ കൊണ്ടിടുന്നതാണോ അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ബ്രദർ ഒന്ന് നിരീക്ഷിച്ചോളൂ, അവിടെ പിള്ളേർ കൊണ്ടിട്ടല്ലാതെ പുറത്തു നിന്ന് എങ്ങനെയെങ്കിലും വരുന്നതാണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കാര്യം ശ്രദ്ധിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു, പിള്ളേർ കൊണ്ടിടുന്നതല്ല, പുറത്തു നിന്ന് ആരോ കൊണ്ടിടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്നാണ് പ്രശ്നം. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ദേവദാസനെ, എതിർപ്പൊന്നും പറയരുത്, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, വരേണ്ട കാര്യമില്ല ബ്രദർ, കുറച്ച് വെള്ളം എടുത്താൽ മതി, അതിൻ്റെ പുറത്ത് കൈവയ്ക്കുക, ഞാൻ പ്രാർത്ഥിച്ചു തരാം, നിങ്ങൾ ആ മരത്തിൻ്റെ മൂട്ടിൽ ഒഴിച്ചാൽ മതി, ആ ബന്ധനം വഴിയും ആ പൈശാചിക മണ്ഡലം ആ ഭവനത്തെ വിട്ടുമാറും. ആ സഹോദരൻ പറഞ്ഞു, പറ്റത്തില്ല, വന്നേ പറ്റത്തുള്ളൂ, 2 ജില്ല കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ ആ നിർബന്ധത്തെ തുടർന്ന് ഞങ്ങൾ കടന്നുപോയി ആ സഹോദരൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ച് ആ മരത്തിൻ്റെ മൂട്ടിൽ വെള്ളം തളിച്ചു. ആ അവസ്ഥയൊക്കെ മാറി തുടങ്ങി. വലിയ സന്തോഷത്തോടെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കയറുന്നതിന് മുമ്പ് ആ സഹോദരൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇടവന്നേ. ആ സഹോദരൻ പറയുക, ആ മരം ഇന്ന് നോക്കിയപ്പോൾ പട്ട് നിൽക്കുക. കൃത്യം 1 വർഷമാകുന്നു. ആ മരം പട്ടു. അതിനുമേൽ വെളിപ്പെട്ട് നിന്ന പൈശാചിക മണ്ഡലം ആ ഭവനത്തെ, അതിനകത്ത് വസിക്കുന്നവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ആ മരത്തിൽ വെളിപ്പെട്ട് വ്യാപരിച്ച പൈശാചിക മണ്ഡലം വിട്ടുമാറിയപ്പോൾ ആ മരം പട്ടു.
പട്ടിട്ടായാലും അത് വിട്ടുമാറി. ആ സഹോദരന് പൂർണ്ണ സന്തോഷമായി, അത് പൂർണ്ണമായിട്ട് വിട്ടുമാറിയല്ലോ. ചില പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മാറുക. ദൂത സ്തോത്രം. കാരണമറിയാത്ത ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കണ്ണിന് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിക്ക് എത്തുന്നില്ല എങ്കിൽ അത് അതോ മണ്ഡലത്തിലെയാണ്, അത് സ്പിരിച്വൽ വേൾഡിലെയാണ്. ആ പൈശാചിക മണ്ഡലം അടിക്കടി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാക്കുന്ന ആ പൈശാചിക മണ്ഡലം ഇളകി മാറുക. ഉപവാസ പ്രാർത്ഥന 8ാമത്തെ പകലിൽ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇളകിയ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ആമേൻ, ആമേൻ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്ക്. ചില പൈശാചിക മണ്ഡലങ്ങൾ ഇളകിയ. ആമേൻ. ഈ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഇതേ ആലോചന തന്നെയാണ് നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. കാരണം കണ്ടെത്തുവാൻ കഴിയാതെ പ്രശ്നത്തിലായിരിക്കുന്ന ചിലരുടെ പ്രശ്നങ്ങളുടെ കാരണത്തെ കണ്ടെത്തി ആ കാരണത്തെ കർത്താവ് തകർക്കുവാൻ പോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. വലിയ ശാന്തത ഉണ്ടായി. എവിടെയാണ്? ഗലീല കടലിൽ. വലിയ തിരയിളക്കം, വലിയ കാറ്റ്, പടക് മുങ്ങുമാറാകുന്ന അവസ്ഥ. ആരുടെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ. പലരും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇങ്ങനെ ഉള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അതെന്താ? നിങ്ങൾക്ക് 2 കൊമ്പ് കൂടുതലുണ്ടോ? ഇല്ലെന്നേ. മഴ പള്ളി പോകാത്തവനെയും വിശ്വാസി അല്ലാത്തവനെയും ഒക്കെ നനയ്ക്കുന്നത് പോലെ ആണല്ലോ നിങ്ങളെയും നനയ്ക്കുന്നേ. വേനൽ അവർക്കും നിങ്ങൾക്കും എന്തെങ്കിലും സെപ്പറേഷൻ വരുത്തിയാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ഇതും അങ്ങനെ അല്ല. ആമേൻ. ശിഷ്യന്മാരാ സഞ്ചരിച്ചിരുന്നത് പടകിൽ. ആ പടകിൽ യേശുവും ഉണ്ട്. ഒരു കുറഞ്ഞ പുള്ളികളല്ല. പക്ഷേ പെട്ടെന്ന് ആ കടലിൻ്റെ അനുഭവം അങ്ങ് മാറി, അവസ്ഥ മാറി. കാറ്റാഞ്ഞു വീശുവാൻ തുടങ്ങി. ശ്രദ്ധിക്കണമേ, കാറ്റാഞ്ഞു വീശുവാൻ തുടങ്ങി. കാറ്റ് വീശ തിര ഉയരും. തിര ഉയർന്നാൽ ഗലീല കടലിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പടക് ഒത്തിരി ഉയരത്തിലേക്ക് പോകും. അങ്ങനെ പെട്ടെന്ന് ഉയരത്തിലേക്ക് പോയാൽ പേടിക്കണം, പെട്ടെന്ന് താഴെ വീഴുവാൻ ഇടയുണ്ട്. ആമേൻ. ചിലരൊക്കെ പെട്ടെന്ന് ഉയരത്തിലേക്ക് പോയി, പെട്ടെന്ന് ചില ഉയർച്ചകളൊക്കെ ഉണ്ടായി. അയ്യോ, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി ഒന്നും വേണ്ട, ദൈവവും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു തിരുന്നുമ്പോൾ താഴെ കിടക്കുക. ഇപ്പോൾ അവിടെ കിടന്ന് വിളിയോട് വിളിയാ. അങ്ങനെ വിളിക്കുന്ന ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ. അപ്പോൾ നോക്കിയേ, ഈ കാറ്റ് അത് അവർക്കറിയാം. കാറ്റാണ്, തിര ഉയരുന്നുണ്ട്, ഇതുവരെ കാണുന്നതാണ്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? അവൻ ആ കാറ്റിനെ ശാസിച്ചു. ഒരുമാതിരി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? കാറ്റിനെ എന്തിനാ ശാസിക്കുന്നേ? കാറ്റിനെ അങ്ങനെ ശാസിച്ചത് കൊണ്ട് കാറ്റിന് ചെവിയുണ്ടോ? കാറ്റിന് കേൾക്കാൻ പറ്റുമോ? കാറ്റിന് ഇത് ശാസനയാണെന്ന് വിവേചിച്ചറിയുവാനുള്ള ബുദ്ധിയുണ്ടോ? എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ ഇല്ലല്ലോ. പക്ഷെ എന്നിട്ടും യേശു കാറ്റിനെ ശാസിച്ചു. അതോ യേശുവിന് ബുദ്ധിയില്ലാത്തതാണോ? അല്ലല്ലോ, യേശുവിന് ബുദ്ധിയുണ്ടല്ലോ. അപ്പോൾ യേശു ശാസിച്ചതേ, യേശുവിൻ്റെ ശാസന കേൾക്കുവാനും തിരിച്ചറിയുവാനും കഴിയുന്ന ആ കാറ്റാഞ്ഞു വീശുവാൻ ഇടയായി തീർന്ന കാരണത്തെ, ആ പൈശാചിക മണ്ഡലത്തെ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. ചില കാറ്റുകളെ ആഞ്ഞടിപ്പിച്ചു, തിരമാലകളെ ഉയർത്തി, നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന, ഭയപ്പാടോടെ നിങ്ങളെ നിലവിളിക്കുമാറാക്കുന്ന യേശുവിൻ നാമത്തിൽ ചില പൈശാചിക മണ്ഡലങ്ങളെ എൻ്റെ കർത്താവ് ശാസിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദര, സഹോദരി, നിന്റെ തൊഴിലിടത്തിൽ പ്രശ്നം എന്താണെന്ന് അറിയാം. പ്രശ്നമാണ്, എന്നും പ്രശ്നമാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നം നിന്നോട്, സുപ്പീരിയേഴ്സിന് പ്രശ്നം നിന്നോട്, നീ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, വീട്ടുകാർക്ക് പ്രശ്നം നിന്നോട്, എല്ലാവർക്കും നിന്നോട് പ്രശ്നം. ഓരോ ദിവസവും ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തിനാ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? അറിയത്തില്ല. അവരെന്തിനാ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? അറിയത്തില്ല. പിന്നെ ഇവറ്റകളും കൂടെ എന്തിനാ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? അറിയത്തില്ല.
കാരണം അറിയത്തില്ല. കാരണം അറിയാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരവസ്ഥയെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നീ ആയിരിക്കുന്നു. അവിടെ എൻ്റെ യേശു കാരണത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉയർത്തിവിടുന്ന ആ പൈശാചിക മണ്ഡലത്തെ എൻ്റെ യേശു ശാസിച്ചമർത്തുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ പൈശാചിക മണ്ഡലം തകരുക. ഓ താങ്ക് ഗോഡ്. നിന്നെ അവിടെ ജോലിക്കാരനായി നിർത്തത്തില്ല എന്ന്, നാട്ടിലേക്ക് മടങ്ങി മാറാക്കുമെന്ന് പലരുടെ മുമ്പിൽ തലകുനിച്ചു. പിന്നെയും കടക്കാരിയായി ഒന്നുമില്ലാത്തവളായി നിർത്തുമെന്ന് വാദിച്ചു വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ആ പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക. ആമേൻ. യേശുവിൻ്റെ വാക്ക് വചനം പറയുന്നു വലിയൊരു ശാന്തത അവിടെ ഉണ്ടാക്കി. ആമേൻ. അല്ലേ? 39 അവസാന ഭാഗത്ത് പറയുന്നു വലിയ ശാന്തതയുണ്ടായി. സഹോദരി, നീ സ്വപ്നം കാണുന്ന ആ ശാന്തത അത് നിന്റെ സ്വപ്നം മാത്രമായി തീരുമെന്ന് പലരും പറഞ്ഞു. നീ അതങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് ഞാൻ പ്രവചിച്ചു പറയട്ടെ, ആ ശാന്തത വെളിപ്പെടുവാൻ പോവുക. നീ സ്വസ്ഥമായി സമാധാനമായി കുടുംബമായി നിന്റെ ഭർത്താവിനൊപ്പം ജീവിക്കുവാൻ പോകുക. ആ ശാന്തത, നീ സ്വപ്നം കാണുന്ന ശാന്തത, യേശുവിൻ നാമത്തിൽ അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുക. അതിന് തടസ്സമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് തകർക്കുക. നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന, അവനെ നിന്റേതല്ലാതാക്കി തീർക്കുന്ന അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും കഠിനമായി തീരുകയും അത് മുഖാന്തരം ഭവനത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് അശാന്തതയുടെ അനുഭവത്തിലായിരിക്കുന്ന ആ അനുഭവത്തിന് കാരണമായ പൈശാചിക മണ്ഡലത്തെ യേശുവിൻ നാമത്തിൽ ആ പൈശാചിക മണ്ഡലം തകരുക. കുടുംബജീവങ്ങൾക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. ചില വ്യക്തികളുടെ ഇടപെടൽ വാക്കുകൊണ്ടാണോ അറിയത്തില്ല, പ്രവൃത്തി കൊണ്ടാണോ അറിയത്തില്ല. പക്ഷെ എന്തോ അവർ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതം പ്രശ്ന കലുഷിതമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലേ സഹോദര? പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെ പ്രശ്നമൊക്കെ തീർന്നോ? ഇപ്പം സന്തോഷമായിട്ട് പോകുന്നുണ്ടോ? അപ്പം നിനക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാനാണോ? നിനക്ക് സംശയമോ? ഞാൻ ക്ലാരിറ്റി തരാം. അതുതന്നെ. അപ്പോൾ വീണ്ടും ചോദ്യം വരുവേ, അങ്ങനെ അവർക്ക് അറിയണമെങ്കിൽ അത് നടക്കുവാൻ തക്കവണ്ണം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡൗട്ടാ. ചെയ്യാതെ, ഒരു പ്രവൃത്തി ചെയ്യാതെ ഫലം പ്രതീക്ഷിക്കുമോ ആരെങ്കിലും? ബുദ്ധിയുള്ള ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ ചിലത് ചെയ്തിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ഭാര്യയും നിന്നെയും തമ്മിൽ തെറ്റിക്കുവാൻ, കുടുംബമായി സന്തോഷമായി സമാധാനമായി നീ ജീവിച്ച് മുൻപോട്ട് പോകാതിരിക്കുവാൻ തക്കവണ്ണം ചെയ്തു കൂട്ടിയ ചിലത്. യേശുവിൻ നാമത്തിൽ ആ മന്ത്രവാദങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ വലിയ ശാന്തത. ആമേൻ, ആമേൻ, ആമേൻ. വലിയ ശാന്തത വെളിപ്പെടുക. മാതാവേ, പിതാവേ, അൺയൂഷ്വലായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ അറിയാം നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ്, പക്ഷേ ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ കാര്യങ്ങളാണ്. അവരുടെ പ്രവൃത്തി, അവരുടെ പഠനം, അവരുടെ മുൻപോട്ടുള്ള ജീവിതം എല്ലാം ഓക്കെ ആകേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആക്കി കൊണ്ടുകൊടുത്ത പേപ്പേഴ്സ് പോലും തള്ളിക്കളഞ്ഞു, ലോണ് തരുന്നില്ല, അവൻ്റെ പഠനം പകുതി വഴിയിൽ മുടങ്ങി. ഭാരത്തോടെ ആയിരിക്കുക നീ. യേശുവിൻ നാമത്തിൽ സങ്കടപ്പെടേണ്ട, പരിഹാരമുണ്ട്. ആമേൻ. കല്യാണം പടിവാതിൽക്കൽ വരെ എത്തി, കരയണ്ട, ലെറ്റർ അടിച്ചാൽ മാത്രം മതി. ആ അവസ്ഥയിലെത്തിയതാ. അവിടെ നിന്നാ കണ്ണുനീരോടെ എന്താ ലെറ്ററും അടിച്ചെന്നോ? കാരണം അറിയത്തില്ല അല്ലേ? നല്ല പഠിച്ചുകൊണ്ട് പോയ കുഞ്ഞാ, എക്സാം എഴുതി പരാജയപ്പെട്ടു. നല്ല രീതിയിൽ അനുസരണമുള്ള കുഞ്ഞാ. പക്ഷെ ഇന്ന് അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, അവളുടെ യാത്ര, അവളുടെ ജീവിത രീതി, അവളുടെ വസ്ത്രധാരണം, അവളുടെ പെരുമാറ്റം അതിനെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമൊന്നും അല്ല കേട്ടോ, ഫെമിനിസ്റ്റ് ചിന്ത അങ്ങനെയൊന്നുമല്ല. പക്ഷെ മാധവി, നിൻ്റെ സങ്കടം പ്രായപൂർത്തിയായ മകനുള്ള വീട്ടിൽ മകളിടുന്ന വസ്ത്രം, അതൊരമ്മയെന്ന നിലയിൽ അവൾ പഴഞ്ചൻ എന്നൊക്കെ പറയും, അങ്ങനെ വല്ലാതെ
അത് ആ ദൈവപ്രവൃത്തിയെക്കുറിച്ച് വഴിയെ പറയാം, അതവിടെ നിൽക്കട്ടെ. അൺയൂഷ്വലായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ സംഭവിക്കുവാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു. കാരണം അന്വേഷിച്ച് പോകുമ്പോൾ കാരണമൊന്നുമില്ല. അങ്ങനെ മക്കളങ്ങനെ കൂട്ടുകെട്ടി നടക്കേണ്ട കാര്യമില്ല. കുടിച്ചു മറിഞ്ഞ് നടക്കേണ്ട കാര്യം ഇല്ല. അനുസരണക്കേട് കാണിക്കേണ്ട കാര്യമില്ല. പരാജയപ്പെടേണ്ട കാര്യമില്ല. വിവാഹം മുടങ്ങേണ്ട കാര്യമില്ല. മക്കൾ ജനിക്കാതിരിക്കേണ്ട കാര്യമില്ല. കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്നിട്ടും പ്രശ്നമാണ്. അപ്പോൾ കാരണത്തെ യേശു കാണുന്നുണ്ട്. ആ കാരണത്തെ യേശു ശാസിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. നിനക്ക് കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത അസാധാരണമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആ കാരണത്തെ, ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. ശാന്തത ഉണ്ടാക്കുക. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു ശാന്തത ഉണ്ടാക്കുക. ആ ഡിപ്രഷൻ മാറുക, ആ ഉറക്കമില്ലായ്മ മാറുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്വസ്ഥതയില്ലാതെ പരക്കം പായുന്ന അവസ്ഥയ്ക്ക് ആർത്തി വരിക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. ഡോക്ടറിന് തന്നെ അത്ഭുതമാണ്. ഡോക്ടർ കരുതി തീർന്നു, നീ ഇനി അങ്ങോട്ടൊന്നും പോയി ശല്യപ്പെടുത്തത്തില്ലെന്നാ. ഇപ്പോൾ വീണ്ടും പോവുക. ഇതെങ്ങനെ ആ ഗ്രോത്ത് പൂർണ്ണ സൗഖ്യമായതാ? രക്തത്തിലുമില്ല, മാംസത്തിലുമില്ല, അസ്ഥിയിലുമില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ ചെക്കപ്പിലും ചിലത് കണ്ടെത്തിയിരിക്കുന്നു. അതിനെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ചില റിസൾട്ടുകൾ പോസിറ്റീവായിരിക്കുന്നു. ചില രോഗങ്ങൾ ഇതിനെ കാർന്നു തിന്നുന്ന ആ ഭയപ്പാടിൻ്റെ അറിവ് ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ രോഗം എനിക്ക് വരാൻ? ഞാനിങ്ങനെ രോഗിയായിത്തീരുവാൻ, പെട്ടെന്ന് ഞാൻ കിടക്കയിലായിത്തീരും. കാരണം അറിയത്തില്ല, പക്ഷെ രോഗമുണ്ട്. നീ രോഗിയാണ്, നീ ബലഹീനനാണ്, ആവശ്യങ്ങൾ ഒത്തിരി മുൻപിലുണ്ട്. മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, മക്കളുടെ വിവാഹം, മക്കളുടെ പഠനം, സഹോദര ജോലി സ്ഥലത്താണ്. പക്ഷെ എത്ര നാൾ നിനക്ക് ജോലി ചെയ്യുവാൻ കഴിയുമെന്നറിയത്തില്ല. ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗമണ്ഡലം, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. ഡോക്ടർമാരെ കണ്ടു, കുറേ മരുന്ന് തരുന്നു. പക്ഷെ കാരണം, യേശു കാരണത്തെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആ കാരണത്തെ യേശു ശാസിക്കുക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവ് കാരണത്തെ ശാസിക്കുക. നിന്നെ രോഗിയാക്കി തീർക്കുന്ന, നിന്നെ കിടക്കയിൽ ഒതുക്കുമെന്ന്, നിന്നെ പെട്ടിയിലാക്കുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ രോഗമണ്ഡലത്തെ യേശു ശാസിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകുക. അവൻ ആ പൈശാചിക മണ്ഡലം ഇളകിയ അവൻ നിന്നെ രോഗിയാക്കി തീർക്കുന്ന, നിന്നെ രോഗത്തിന് അടിമയാക്കി തീർക്കുന്ന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്കായി. എല്ലാ ടെസ്റ്റും ഓക്കെ ആയിരുന്നു കുഞ്ഞു ജനിച്ചപ്പോൾ, പക്ഷെ ഇപ്പം രോഗിയാ. സ്തോത്രം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അറിവും പഠനവും എല്ലാം ഓക്കെയാണ്. പക്ഷേ പിന്നിൽ കളിച്ചൊരു പൈശാചിക മണ്ഡലം, നിനക്കത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. യേശു അത് കാണുന്നുണ്ട്. ഇതിൻ്റെ തലമുറയെക്കുറിച്ചാണ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ആരാധനയ്ക്കൊക്കെ പോയി നല്ല രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല. കാരണം കണ്ടെത്താൻ ഇപ്പം പറ്റുന്നുണ്ടോ? ആ പൈശാചിക മണ്ഡലത്തെ, നിൻ്റെ പ്രാർത്ഥനയെ കെട്ടി, നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത്, നിന്നെ ഒതുക്കി കൂട്ടിയ എന്തിൽ നിന്നാ ഏതിൽ നിന്നാന്ന് വഴിയെ പറയാം. സ്തോത്രം. ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. ആ പൈശാചിക മണ്ഡലം അഴിയുക. പ്രാർത്ഥിക്കുക സഹോദരി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ശുശ്രൂഷക, നിൻ്റെ ശുശ്രൂഷയെ, നിൻ്റെ ആത്മീയ ജീവിതത്തെ, നിൻ്റെ വിശ്വാസ ജീവിതത്തെ പോലും തകർത്ത് പലരുടെ മുമ്പിൽ നിന്നെ ചോദ്യചിഹ്നമാക്കി നിർത്തിയ ആ പൈശാചിക മണ്ഡലം വലിയൊരു ശാന്തത നിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. കടം കയറി മുടിഞ്ഞ് ഇപ്പോൾ മുങ്ങുമെന്ന അവസ്ഥയിൽ ഇളകി ആടുകയാ. എപ്പം വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഇറങ്ങി പോകേണ്ടി വരും. ഒന്നുമില്ലാത്തവളായി പലരുടെ മുമ്പിൽ പിന്നെയും കൈ നീട്ടേണ്ടി വരുമോ? കടം കയറി മുടിഞ്ഞു പോകുന്ന അവസ്ഥ, ജപ്തിയായി പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തേയില്ല. നിനക്കൊപ്പം നിൽക്കേണ്ട പലരെയും നിനക്ക് ശത്രുക്കളാക്കി
നിനക്ക് വിരോധമായി നിർത്തുന്ന ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. യേശുവിൻ നാമത്തിൽ അത് നിനക്കറിയാം, ശാസിക്ക് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ശിഷ്യന്മാർ ആഞ്ഞു വീശുന്ന കാറ്റ്, ആ കാറ്റിനെ അറിയുന്നുണ്ട്, കാറ്റുയർത്തിവിടുന്ന തിരമാലയെ കാണുന്നുണ്ട്. പക്ഷെ യേശുവോ അതിന് പിന്നിലെ കാരണത്തെ കാണുന്നു. കാരണത്തെ അവൻ ശാസിക്കുന്നു. കാരണം അവൻ്റെ ശാസനയെ കേൾക്കുന്നു, അനുസരിക്കുന്നു. കാറ്റ് അനുസരിച്ചു, കടൽ മിണ്ടാതെയായി. 41 ശിഷ്യന്മാർ ആശ്ചര്യപ്പെടുക. കാറ്റും കടലും കൂടെ ഇവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവല്ലോ. പ്രകൃതി പോലും നിനക്ക് വേണ്ടി യേശു സംസാരിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തുടങ്ങും. ഞാൻ പറയില്ല, 8ാമത്തെ ദിവസം നിങ്ങളുടെ ബുദ്ധിയിൽ കയറുന്ന കാര്യമല്ല എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൽ കയറുന്ന കാര്യമാണ്. ഇത് സ്പിരിച്വൽ വേൾഡിലെ കാര്യമാണ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് ഉപവസിക്കുക, അപ്പോഴേ കിട്ടത്തുള്ളൂ. എവിടെ നിന്നാ പ്രശ്നം? എന്താണ് പ്രശ്നം? കാരണം അറിയാതെ അലഞ്ഞത് മതിയെന്നേ. അപ്പോൾ എന്തുകൊണ്ട് ആ പൈശാചിക മണ്ഡലം അങ്ങനെ ഇളകിയേ? ചോദ്യം ചോദിക്കണം. ആ ഉത്തരമാ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നത്. 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഉത്തരം നിങ്ങൾക്ക് സുവ്യക്തമായി കാണുവാൻ കഴിയും. ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ അലയുന്നുണ്ട്. അവന് പേര് അറിയില്ല. അപ്പനുണ്ടോ, അമ്മയുണ്ടോ, സഹോദരങ്ങളുണ്ടോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവനൊരു വീടുണ്ട്. അവിടെ ഒരപ്പൻ, ഒരമ്മ കാണാം, സഹോദരങ്ങൾ കാണാം, ഭാര്യ കാണാം, മക്കൾ കാണാം. വിലങ്ങുകളെ ഒരുമിപ്പൊട്ടിച്ച് സ്വയം ചതച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിച്ചും, അമ്മേ നിന്റെ മകളെക്കുറിച്ച് നീ ഓർത്താതി പിടിക്കുന്ന അതേ അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടവൻ കല്ലറയിൽ അലയുകയാ. സഹോദരി, നിന്റെ ഭർത്താവിനെ പോലെ, മാതാവേ നിന്റെ മക്കളെപ്പോലെ അറ്റം വച്ച ജീവിത അനുഭവങ്ങളുമായി ആളും പേരുമില്ലാത്ത സ്ഥാനങ്ങളിൽ അലയുകയാ. പ്രേതാത്മാക്കളെപ്പോലെ. ഇതെന്ത് നശിച്ച ജീവിതം! നീ കഷ്ടപ്പെട്ട് നല്ല മനോഹരമായ വീട് വെച്ചു, വീട്ടിൽ കിടക്കുവാനുള്ള സാഹചര്യം കൊണ്ട് കിടക്കത്തില്ല. കണ്ട വാഴപ്പണയിലും റബ്ബർ ഉളയിലും കിടക്കുക. ആമേൻ. അവരുടെ ബുദ്ധിക്ക് കുഴപ്പമല്ല, അവരെ അങ്ങനെ ആക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നുണ്ട്. ആ യാത്ര തുടർന്നാൽ, നീ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോയാൽ, നിന്റെ ജീവിതം മുൻപോട്ട് പോയാൽ പുറത്തലയുന്ന ചിലതൊക്കെ തിരികെ വരും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. അതങ്ങനെ സംഭവിക്കുക. പുറത്തലയുന്ന ചിലത്, നിന്റെ കൈവിട്ട് പോയ ചിലത്, നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ചിലത്. സഹോദരി, നിന്റെ ഭർത്താവിനെ കുറിച്ച്, സഹോദര നിന്റെ ഭാര്യയെക്കുറിച്ച്, മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെക്കുറിച്ച്, ആ ബിസിനസ്സിനെ കുറിച്ച്, ആത്മീയ ജീവിതം, ശുശ്രൂഷ ജീവിതം, നിന്റെ തൊഴിൽ, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ഫ്യൂച്ചർ, നിന്റെ വിദ്യാഭ്യാസം, സക്സസ് കൈവിട്ടലഞ്ഞു പോയി. തിരികെ വരിക. അത് തിരിച്ചറിയുന്ന പൈശാചിക മണ്ഡലം എഴുന്നേൽക്കും. ആ പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ശാസിച്ചമർത്തുന്നു ഒരു യേശു. താങ്ക് ഗോഡ്. ചില പൈശാചിക മണ്ഡലങ്ങൾ ഭവനങ്ങൾക്കകത്ത് നിന്ന് പുറത്തു പോകുക, വ്യക്തി ജീവിതങ്ങൾക്കകത്ത് നിന്ന് പുറത്തു പോകുക, തൊഴിലിടത്തിൽ നിന്ന് പുറത്തു പോകുക. പ്രാർത്ഥിക്ക്, അത് കാണ്. സ്തോത്രം. ആ സഹോദരൻ അടയാളത്തോടെ അത് കണ്ടതുപോലെ പട്ട് നിൽപ്പുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ അടയാളത്തോടെ ചിലർ കാണുവാൻ പോകുക. പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മാറുന്നത്, കുടുംബത്തിനകത്തുനിന്ന് പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മാറുന്നത്, ആഭിചാര ക്ഷുദ്ര പ്രയോഗങ്ങൾ പൊട്ടിപ്പോകുന്നത് ചിലർ കാണുവാൻ പോകുക. ഭർത്താവിൻ്റെ മേൽ കെട്ടിബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്, ചില കൈവശ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന് പുറത്തു പോകുന്നത്, നിന്നിൽ നിന്ന് വല്ലാത്ത രോഗത്തിന് കാരണമാകും വിധത്തിൽ നിന്നെ ഒതുക്കിക്കളഞ്ഞ, നിന്റെ ഉള്ളിൽ കടത്തപ്പെട്ട ആ കൈവശ മണ്ഡലം അത് പുറത്തു പോകുക. നീ കാണുക. ഓഹോ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ. ആ പൈശാചിക മണ്ഡലം ഇളകി മാറുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്.
ആമേൻ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ആ പൈശാചിക മണ്ഡലം ഇളകിയ. ആമേൻ. മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, മക്കളുടെ ജീവിതത്തിൽ ആ പൈശാചിക മണ്ഡലം ഇളക്കി മാറുക. പ്രാർത്ഥിക്കുക. കർത്താവ് അതിനെ ശ്വാസിച്ചിളക്കുക. ഓ താങ്ക് ഗോഡ്. വലിയൊരു ശാന്തത അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ കാറ്റിനെയും ആ കാറ്റുയർത്തുന്ന തിരമാലയും മാത്രമല്ല പിന്നിലുള്ള കാരണത്തെയും കാണും. കണ്ടാൽ അതിളകും. അടക്കേണ്ടതിനെ അടക്കും, പൊളിക്കേണ്ടതിനെ പൊളിക്കും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും മധ്യസ്ഥ പ്രാർത്ഥനയും, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ജോയിൻ ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നേരിട്ട് കടന്നു വരിക. ഞായറാഴ്ചയും സഭാരാധനയുണ്ട്. 10 മണി മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. ഒരാലയത്തിൽ കടന്നു പോകുവാൻ കഴിയാതെ വീട്ടിനകത്തായിരിക്കുന്നവർ ജോയിൻ ചെയ്ത് കാണുക. ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മാറുവാൻ, കാരണമറിയാതെ കരയുന്ന നിലവിളിക്കുന്ന അവസ്ഥകൾ കാർന്നു വരുവാൻ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ, പ്രൈസർ ഫാമിലിക്കൊപ്പം ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഈ 21 ദിവസം നിങ്ങളുടെ വിടുതലിൻ്റെതായി മാറട്ടെ. എന്നാ കണ്ടോടച്ചോ, വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിനായി, ഇളകിയാടുന്ന പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുപോകുന്ന കൃപയ്ക്കായി, ശാന്തത വെളിപ്പെടുന്ന കൃപയ്ക്ക്, യെസ് ആമേൻ. താങ്ക് യു ലോർഡ്. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഇത് അത്ഭുതത്തിൻ്റെ, ഇത് ദൈവപ്രവൃത്തിയുടെ, ഇത് വാഗ്ദത്ത നിവൃത്തിയുടെ പകൽക്കാലമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിൻ നാമത്തിൽ ആ രോഗത്തിന് കാരണമായി ഉയർന്നു പോകുന്ന പൈശാചിക മണ്ഡലത്തെ ഞങ്ങൾ ശാസിക്കുന്നു. അടങ്ങട്ടെ, ആ രോഗം അടങ്ങട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ സൗഖ്യമായ കൃപയ്ക്കായി ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രാർത്ഥിച്ചോട്ടെ. പുതിയ ജോലികൾ, അനുകൂലമായ ജോലി സാഹചര്യങ്ങൾ, ആ വെല്ലുവിളികൾ, ഓ യെസ് യെസ് യേശുവിൻ നാമത്തിൽ ജോലിക്കാരനാക്കി നിർത്തത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ആ പോരഴിയുക, ആ പൈശാചിക മണ്ഡലം ഇളകിയ, ജോലി ചെയ്യുവാൻ കഴിയാതെ ജോലി സ്ഥലത്ത് നിന്നെ രോഗിയാക്കി മാറ്റുന്ന ആ പൈശാചിക മണ്ഡലം യാസ് വിട്ടുമാറുക. ആ ജോലി ഒരുങ്ങപ്പെടുക, വഴി തുറക്കപ്പെടുക, നിന്റെ കാത്തിരിപ്പിന് അറുതി വരിക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക. എല്ലാ ബാധിപ്പുകളും, എല്ലാ പൈശാചിക മണ്ഡലങ്ങളും, ആഭിചാരങ്ങളും, ക്ഷുദ്രപ്രയോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആ സ്തോത്രം. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. നല്ല റിസൾട്ട്, ഭാവി വിവാഹം നടക്കുക, ആ തടസ്സം മാറുക. യെസ് ഉദരഫലങ്ങൾ ജനിക്കുക, റിസൾട്ട് ഉണ്ടാകുക, അഡ്മിഷനുകൾ ലഭിക്കുക. യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. മത്സര പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകുക. അമേൻ അമേൻ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾക്ക് കാരണമാകും വിധം ഉയർന്നു പോകുന്ന സ്തോത്രം ആ പൈശാചിക മണ്ഡലത്തെ യേശു ശാസിക്കുക. അമേൻ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വീടുകൾ പണിയട്ടെ, മനോഹരമായ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ പൈശാചിക മണ്ഡലം പിടിച്ചമർത്തുന്ന പൈശാചിക മണ്ഡലം വിട്ടുപോ. യെസ് വിട്ടുപോ. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ, ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ സ്വദേശത്തും വിദേശത്തും അങ്ങ് അനുഗ്രഹമാക്കി പരിപാലിക്കും. നാട്ടിൽ വരുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവരെ നാട്ടിൽ വരുത്തി, രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന വൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ.
നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ ഹാവ് എ നൈസ്. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.